ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ടോപ്പാണ്. കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്യാൻ പോകുന്നത്. മെറ്റീരിയൽ കുറവായതുകൊണ്ട് എനിക്ക് 1.2 മീറ്ററേ കോട്ടൺ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്ക് പോർഷന് ഞാൻ ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് വാങ്ങിയിട്ടുള്ളത്, ഒരു 1 മീറ്റർ. ലൈനിങ്ങിന് ക്രീപ്പിൻ്റെ മെറ്റീരിയൽ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ്ങിലോട്ട് കടക്കാം. ഞാൻ ലൈനിങ്ങാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഫുൾ ലെങ്ത്ത് ഞാൻ ഒരു 42 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 8 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും ലെങ്ത്ത് 5.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ ഒരു 8 ഇഞ്ച് താഴോട്ടും അതിനുശേഷം ചെസ്റ്റ് ഒരു 30 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ആ കോർണർ പോയിൻ്റ് ചെയ്യുന്ന ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡറിൽ നിന്നും ആ മാർക്കിലൂടെ കർവ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് താത്തിട്ട് അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കൊന്ന് വരച്ച് കൊടുക്കാം. ഞാനൊരു നോർമൽ മോഡലാണ് ഫ്രണ്ട് നെക്കായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ഒരു 30 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് കൊടുക്കുന്നത്. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 30 ഇഞ്ച് താത്ത് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് ഒരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹിപ്പ് നമുക്ക് സ്ലിറ്റഡ് വരേണ്ട ഭാഗത്ത് ഒരു 20 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 20 ഇഞ്ച് താത്തിട്ട് അവിടെ ഒരു 30.5 ഇഞ്ചാണ് ഞാൻ ഹിപ്പ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ 3 ഡോട്ടും കൂടി ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഫുള്ളായിട്ട് വരച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ആ വരച്ച ലൈനിൽ കൂടി നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട് ലൈനിങ്ങും ബാക്ക് ലൈനിങ്ങും തമ്മിൽ മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിലെ നെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 3 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തുമാണ് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണ് നെക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയലെടുത്ത് അതിന് മുകളിൽ ലൈനിങ് വെച്ച് അതേ മാർക്കിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിലിനി ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ഫ്രണ്ടിലെ ആം ഹോള് ഒരു 0.5 ഇഞ്ച് താത്തായിരുന്നു. അപ്പം അത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ അതും കൂടി കട്ട് ചെയ്തിട്ട് വേണം കോട്ടൺ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ബാക്കിലെ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ഞാൻ ബാക്കി വന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു 50 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം മുകളിൽ നിന്ന് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴോട്ടൊരു 3 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ താഴ്ഭാഗം 7 ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മുകളിലെ മാർക്കും താഴത്തെ മാർക്കും തമ്മിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്ന സ്ലീവിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് താത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം വരേണ്ട മെറ്റീരിയൽ എടുക്കുക, ലൈനിങ്ങിൻ്റെ ബാക്ക് ഭാഗവും എടുക്കുക. രണ്ടും കൂടി ചേർത്ത് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ എത്തുമ്പോഴേക്കും സൂചി താത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ പല്ലൊന്ന് പൊക്കിയതിന് ശേഷം തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക നെക്കിൻ്റെ അവിടെ. കട്ടിങ് കൊടുത്ത ശേഷം മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് നെക്കും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ബാക്കിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുളികൾ വരാതെ നന്നായിട്ട് നിവർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഷോൾഡറും നമ്മുടെ ആം ഹോളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങും നമ്മുടെ ഷിഫോണിൻ്റെ മെറ്റീരിയൽ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് മെറ്റീരിയൽസ് തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ തുമ്പൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കട്ട് പീസ് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിനിങ്ങും തമ്മിൽ ചേർത്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ജോയിൻ ചെയ്യുക. ഷേപ്പ് ചെയ്യാം. സ്ലിറ്റ് വരേണ്ട ഭാഗത്ത് നേരെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം പല്ല് പൊക്കിയിട്ട് ബേക്കിലോട്ട് ചെറുതായിട്ടൊരു വി പോലെ സ്റ്റിച്ച് എൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കുക. മടക്കി അടിച്ച് വന്നതിന് ശേഷം ഒരു സൈഡ് എടുത്ത് വീണ്ടും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി നേരെ സ്ലിറ്റിൻ്റെ അവിടം വരെ അടിച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മടക്കി അടിക്കുക. എന്നിട്ട് അവിടെ സൂചി നിർത്തി പല്ല് പൊക്കിയതിന് ശേഷം അവിടെ നിന്ന് ഒരു സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം തിരിച്ച് ബാക്ക് പീസും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് ബാക്കിൻ്റെ ടോപ്പിൻ്റെ താഴ്ഭാഗവും നമുക്ക് ഫോൾഡ് ചെയ്ത്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫുള്ള് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് ജസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഒരു കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.